അപ്പൊ ദാ സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ അടുത്ത ഷെഡ്യൂള് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. പുതിയ റൗണ്ട്സ്, പുതിയ പെർഫോമൻസസ് ഒക്കെ ആയിട്ട് നമ്മൾ ഇനി അടിച്ചു പൊളിക്കാൻ പോവാണ്. അതിനു മുന്നേ നമ്മുടെ സൂപ്പർ ബോയ്സ് ആൻഡ് സൂപ്പർ ഗേൾസിനെ ഞാൻ വെൽക്കം ചെയ്തിട്ട് വരാം. ഗൈസ്, താങ്ക് യു, വെൽക്കം. ഓക്കെ, സൂപ്പർ ഓർക്കസ്ട്ര. മൊത്തത്തിൽ ആ ഒരു സിനിമയിലേക്കേ നമ്മള് പോയി. ശരത് സർ, ഇവര് പഴയ ആൾക്കാരൊന്നും അല്ല, പഴയ ആളുകളാ. അങ്ങനെയല്ല, അതായത് ഇപ്പൊ രാജേഷ് ഏട്ടനൊക്കെ ഉണ്ടല്ലോ, രാജേഷ് എന്നൊന്നും വിളിക്കാൻ പറ്റില്ല, തമ്പുരാൻ എന്നൊക്കെ വിളിക്കണം എന്നാ പറയുന്നേ. ആ, ഇവര് കഴിഞ്ഞ ഷെഡ്യൂളില് 6-ാം തമ്പുരാന്റെ ഒരു ബീജി വായിച്ചിട്ടുണ്ടായിരുന്നല്ലോ, വൈറൽ. 18 അവേഴ്സിലാണ് 1 മില്യൺ വ്യൂസ് അടിച്ചത്. വണ്ടർഫുൾ വണ്ടർഫുൾ. തമ്പുരാനെ വണക്കം. ഇവര് കാരണം നമ്മുടെ സൂപ്പർ സ്റ്റാർ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അല്ലല്ലോ നമ്മുടെ അവര് സൂപ്പറാണ്. ഓക്കെ, ജഡ്ജസ് റെഡി? പുതിയ ഷെഡ്യൂളാണ്. പിന്നെ ഈ പുതിയ ഷെഡ്യൂളിൽ നമുക്ക് വീണ്ടും പുതിയ 2 റൗണ്ട്സ്. ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ട്രിബ്യൂട്ട് ടു മാസ്റ്റേഴ്സ്. തെന്നിന്ത്യൻ സംഗീത ലോകത്തെ നമ്മുടെ മലയാള പാട്ടുകളൊക്കെ തന്നെ പുറം ലോകത്തേക്ക് ഒരുപാട് ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള 3 മാസ്റ്റേഴ്സ്. അവർക്ക് ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ കണ്ടസ്റ്റൻസ് പാടുന്നുണ്ടാവുക. ആരൊക്കെയാണെന്ന് അറിയണ്ടേ? ആരൊക്കെയാണ്? ദക്ഷിണാമൂർത്തി സ്വാമി, അതുപോലെ തന്നെ MS ബാബുരാജ്, നമ്മുടെ സ്വന്തം ബാബുക, അതുപോലെ തന്നെ സലീൽ ചൗധരി, സലീൽ. അപ്പൊ 3 കിഡോ മാസ്റ്റേഴ്സിന്റെ പാട്ടുകളാണ് നമ്മുടെ കുട്ടികൾ പാടുക. ഒരു റൗണ്ട്. ഇനി അടുത്തത് മലയാളം പെപ്പി നമ്പേഴ്സ്. ഒന്നും കൂടെ അതൊന്നും അപ്പോഴേ വരുള്ളൂ അല്ലേ? നൈസ് ആയിരുന്നത്. അപ്പൊ പെപ്പി സോങ്സ് ഒക്കെ ആയിട്ട് വരും, നമ്മൾ ചില്ലയും പൊളിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഫസ്റ്റ് തന്നെ ട്രിബ്യൂട്ട് ടു മാസ്റ്റേഴ്സ് റൗണ്ടിലേക്ക് പോവാം. പാടാൻ വരുന്നു നമ്മുടെ ലൈറ്റ് ഹൗസ്. യെസ്, ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. അർദ്ധനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ ഹൃദയ
സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ നീ പറയൂ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ. എന്നനുരാഗത പോവന സീമയിൽ ഇന്നലെ വന്ന തപസ്വിനി നീ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ നീ പറയൂ. എത്ര സന്ധ്യകൾ ചാലിച്ചു ചാർത്തി ഇത്രയും അരുണിമ നിൻ കവിളിൽ. എത്ര സന്ധ്യകൾ ചാലിച്ചു ചാർത്തി ഇത്രയും അരുണിമ നിൻ കവിളിൽ. എത്ര സമുദ്ര ഹൃദന്തം ചാർത്തി ഇത്രയും നീലിമ നിന്റെ കണ്ണിൽ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. അർദ്ധനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ നീ പറയൂ. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. യെസ്, എന്തോ സൂപ്പർ ആയിരുന്നു. വെരി ബ്യൂട്ടിഫുൾ. സ്വാമിയുടെ പാട്ടാണ് എടുത്തിട്ട് വന്നത് അല്ലേ? എന്തുകൊണ്ടാണ് ഈ ഒരു സോങ് സെലക്ട് ചെയ്യാനുള്ള റീസൺ? എനിക്ക് ഈ പാട്ട് കുറെ ഇഷ്ടപ്പെട്ടു. പിന്നെ കുറെ ഫീൽ ഉള്ള പാട്ടാണ്. അപ്പം അവർക്ക് ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ച ഈ ഒരു ഓപ്പർച്യൂണിറ്റി, അതിനുവേണ്ടി ഞാൻ ഐ എം താങ്കിങ് ദി ഓൾമൈറ്റി. ഓക്കേ, സൂപ്പർ. ചോദിക്കാം നമുക്ക്. യെസ്. അവരും ജഡ്ജസ് ഒക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ഇംപ്രൂവ് ആയിന്ന് തോന്നുന്നുണ്ടോ യേശുവിന് തന്നെ? എനിക്ക് ഫീൽ ആവുന്നു. ആണോ? എങ്ങനെയുണ്ടായി ലാസ്റ്റ് ഗ്രൂമിംഗ് സെഷൻ ഒക്കെ? സൂപ്പർ ആയിരുന്നു. മെനി താങ്ക്സ് ടു രൂപേഷ് സർ ആൻഡ് റെജി മാം. താങ്ക് യു സോ മച്ച് സർ മാം. അതിനിടയിൽ ഇദ്ദേഹം കയറി വന്നു എന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. എങ്ങനെയുണ്ടായി? ശരത് സാർ ഗ്രൂം ചെയ്യാൻ വന്നോ? വന്നു. എന്നിട്ട് ആദ്യം ഞാൻ കേറിയപ്പോ എനിക്ക് ഇവിടെ പെട്ടെന്ന് വേർക്കുന്നു, തലയൊക്കെ പിടിച്ചു വെച്ച പോലെ. പിന്നെ നിങ്ങളുടെ തലയിൽ കൂടെ വെള്ളം ഒഴിച്ചു ഒരു വിറയൽ. അതെ. ഓക്കെ, ശരത് സാറിന്റെ ഗ്രൂമിംഗ് കിട്ടാൻ പോവാണല്ലേ? അതെ. ഓക്കെ, അപ്പൊ നമുക്ക് ചോദിക്കാം. ശരത് സാറിനോട് തന്നെ ആദ്യം ചോദിക്കാം. സാർ, എന്തോ ഗ്രൂമിങ്ങിനൊക്കെ പഠിപ്പിച്ച പോലെ തന്നെ യശ് പെർഫോം ചെയ്തോ? അല്ല, ഞാനെന്ത് പഠിപ്പിക്കാൻ? ഇത് ഒരു എന്താ പറയണ്ട, ഒരു പ്രഗത്ഭനായ, നമ്മളൊക്കെ സ്വാമിന്ന് അക്ഷരാർത്ഥത്തിൽ വിളിക്കുന്ന ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പാട്ടാണ്. അതിന് നമ്മൾ ഒരഭിപ്രായം പറയാൻ തന്നെ ഞാനൊന്നും ആളല്ല. ഇത് കേട്ട് ഇങ്ങനെ രസിച്ചിരിക്കാം, അമ്പലം അന്തം വിട്ടിരിക്കുക എന്നുള്ളതല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല. കാര്യം എനിക്കുള്ള ഒരു ഭാഗ്യം അദ്ദേഹം തന്നെ എനിക്ക് ഈ പാട്ട് പാടി കേൾപ്പിച്ചു തന്നിട്ടുണ്ട്, ദക്ഷിണാമൂർത്തി സ്വാമി. അതൊക്കെയാണ് ഞാൻ ചെയ്ത ഭാഗ്യം എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ ആഴമായിട്ട് എഴുതി വെച്ചേക്കുന്നത്. അതിൽ കൂടുതലൊന്നും നമുക്കൊന്നും ഇല്ല.
യശേ എന്തൊക്കെയാലും ഈ പാട്ടെടുത്തോണ്ട് വന്നതിന് യശിന് കെട്ടിപ്പിടിച്ചൊരു 100,000 ഉമ്മ. താങ്ക് യു സർ, താങ്ക് യു സോ ഒരു മച്ച് സർ. സ്റ്റൂൾ ഇട്ടിട്ടെങ്കിലും. സാർ ഒരു കെട്ടിപ്പിടുത്തം കൊടുക്കണം, കാരണം എല്ലാരും കെട്ടിപ്പിടിക്കുമ്പോ യശിന് കരച്ചില് വരാറുണ്ട്. അതല്ലെന്ന്, എനിക്ക് അവിടെ നിന്ന് യക്ഷിനെ എവിടെ ഉമ്മ കൊടുക്കും? വയറ്റെത്തും. എന്റെ വയറ്റെത്തണം. സാർ, ഞാൻ ഇവിടെ നിൽക്കാം. അവന് ഉമ്മ കിട്ടിയാ മതി. അത്ര മതിയോ? ആ. അതാ വരുന്നു. അല്ല ശരത്തേട്ടാ, ഒന്ന് ശരിക്കും ഒന്ന് കെട്ടിപ്പിടിച്ച എവിടം വരെ എത്തുന്നുണ്ടെന്ന് നോക്കട്ടെ. കുഞ്ഞ് ഒരു അര ശരത്തും കൂടി വേണം. എനിക്ക് ആ പൊക്കിളിലൊക്കെ ഉമ്മ കൊടുക്കാൻ. അല്ല എന്തൊക്കെയാലും യശേ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ഓക്കെ, അവിടെ നിന്ന് പറ. താങ്ക് യു സാർ. യശ് വീണ്ടും ഇമോഷണൽ ആയിരിക്കാണ്. ഗൈസ്, യശ് അറ്റ് ലാസ്റ്റ് യശിന് കിട്ടിയിരിക്കാണ് ആ കെട്ടിപ്പിടുത്ത ഉമ്മയും. Yes. എന്ത് തോന്നുന്നു? കുറെ ബ്ലെസ്ഡ് മൊമെന്റ്. ഐ ജസ്റ്റ് ഫീൽ നമ്മളെല്ലാവർക്കും ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വരണം, സാറിനെ ഒന്ന് കാണാൻ, നേരിട്ട് കാണാൻ. ജസ്റ്റ് സോ ഹാപ്പി, ജസ്റ്റ് സോ ഹാപ്പി. യശേ സർ, ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. താങ്ക് യു സർ. ആസ്വാദ്യം പാടി യശേ. താങ്ക് യു സോ മച്ച്. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ഉഗ്രമായിരുന്നു. ഓരോന്നും യശ പാടുമ്പോൾ അത്രയ്ക്ക് നമ്മൾ ആസ്വദിച്ചു. അതൊരു സന്തോഷമാണ്. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ബ്യൂട്ടിഫുൾ. ആഹാ, അതിനകത്ത് അദ്ദേഹം എങ്ങനെ സന്നിവേശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് അത് ഇങ്ങനെയുള്ള ലെജൻസിന് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി ഇതിന് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ പറ. പാട്ട് കമ്പോസ് ചെയ്തത് വി ദക്ഷിണാമൂർത്തി സ്വാമി, ആ പാടിയത് കെ.ജെ. യേശുദാസ് സർ, അയ്യോ, വരികൾ എഴുതിയത് ശ്രീകുമാരൻ തമ്പി ആ സർ, തമ്പി സാർ, അയ്യോ, പടം പാടുന്ന പുഴ. അസാധ്യം ഒന്നും പറയാനില്ല. തമ്പി സാർക്ക് എന്താ എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഇത് സൃഷ്ടിച്ച എല്ലാവർക്കും പ്രണാംസ്. വേറൊന്നുമില്ല. പക്ഷേ അടിച്ച് പൊളിച്ചു. താങ്ക് യു സർ, താങ്ക് യു സർ, താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ചേച്ചി യശ് മാം, ഫാന്റാസ്റ്റിക്. താങ്ക് യു മാം, താങ്ക് യു മാം. യഷിന്റെ ആദ്യത്തെ പെർഫോമൻസിൽ നിന്നും ഒരുപാട് മാറി. ശരിക്കും മലയാളം പറയുന്നതിലും വാക്കുകൾ ഉച്ചരിക്കുന്നതിലൊക്കെ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ഈ പാട്ട് ശരിക്കും മനോഹരമായിട്ട് സ്വന്തമായിട്ട് ആസ്വദിച്ച് പാടുന്നു എന്നുള്ളൊരു ഫീലിംഗ് ആണ്. അതിൽ ചരണത്തിലും അനുപല്ലവിയിലും ഒരു സംഗതി വരുന്നുണ്ടല്ലോ, എവിടെയത്? ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതേപോലെ അനുപല്ലവിയിലും യശ് ഒരു സംഗതി പാടിയിട്ടുണ്ട്. ദാറ്റ് വാസ് ഓൾസോ വെരി ബ്യൂട്ടിഫുൾ. ക്ലിയർ ആയിരുന്നു ആ സംഗതി കേൾക്കാൻ. അതിനൊരു ഒഴുക്കുണ്ടായിരുന്നു, അതിനൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. സോ അതാണ് അതിന്റെ ഒരു ബ്യൂട്ടി. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു പെർഫോമൻസ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഷാനിക്ക. യശ് സർ, കാലക്കിയടാ. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സർ, താങ്ക് യു സർ. ഞാൻ ഈ പാട്ട് പലരും അറ്റംപ്റ്റ് ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഭയങ്കര രസമുണ്ടായിരുന്നു. സോ കൺഗ്രാറ്റ്സ് ടു യു. താങ്ക് യു സർ, താങ്ക് യു സർ. നല്ല ഫീലിൽ തന്നെ പാടി യശ്. അതുപോലെ ജസ്റ്റ് എനിക്ക് ആകെ തോന്നുന്നത് മറ്റേ ബേസ് റേഞ്ച് വരുമ്പോൾ മാത്രം ഏതോ ഒരു സ്ഥലത്ത് മാത്രം ചെറുതായിട്ടൊന്ന് ആ നോട്ട് ഹിറ്റ് ചെയ്യാത്ത പോലെ തോന്നി. അത് തന്നെ, അതെ, അവിടെ മാത്രം ബേസ് ടച്ച് ചെയ്യാനൊരു ഇതുപോലെ തോന്നി. പിന്നെ അതർവൈസ് യശ് നന്നായിട്ട് തന്നെ പാടി. ആൻഡ് ഡിക്ഷൻ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് യശ്. അത് ഡിക്ഷനിൽ ഇനിയും വർക്ക് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ സർ. അതർവൈസ് ഫാന്റാസ്റ്റിക് ജോബ് മാൻ. താങ്ക് യു സർ. അടിപൊളിയായിട്ട് പാടി. താങ്ക് യു. ഇങ്ങനെ പോവാണെങ്കിൽ യശ് ഡെഫിനറ്റ്ലി നമുക്കൊരു ടോപ്പ് 5 നമുക്ക് കാണാൻ പറ്റും. താങ്ക് യു സർ, താങ്ക് യു സർ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിട്ട് വർക്ക് ചെയ്യാം കേട്ടോ. യെസ്, ഓൾ ദി ബെസ്റ്റ്. കഴിഞ്ഞ പേടിപ്പിക്കാനാണെങ്കിലും ആ എലിമിനേഷന്റെ ഡേഞ്ചർ സോണിൽ വന്നപ്പോഴേ അവൻ ഉറപ്പിച്ചു, ഇനി ഞാൻ മേലെ ഇവിടെ വരില്ല. അതെ, ഇനി ഒരിക്കലും ആ ഡേഞ്ചർ സോണിലേക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ എല്ലാവരുടെയും ദൗത്യം. ഓക്കെ, സോ വർക്ക് ഹാർഡ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഓക്കെ, അപ്പൊ ഗുഡ് കമന്റ്സ് ഒക്കെ കേട്ടു. ഇനി നമുക്കിതിലെ നസീർ സാറിന്റെ ഒരു മാനറിസം രീതികളൊക്കെ പഠിച്ചോ? ചെറുതായിട്ട് ഫിലിമൊക്കെ കാണുമ്പോൾ മനസ്സിലായി, കുറച്ച് അറിയാം, കുറച്ചൊക്കെ അറിയാം. എന്നാ പിന്നെ ഒരു ശീലാമയെ ഞങ്ങൾ തരട്ടെ? ഓ, മഞ്ജരി ചേച്ചി, എന്താ ഒന്ന് വരുവോ?
എന്തിന്? നസീർ സാറിന്റെ കൂടെ ഒന്ന് അഭിനയിക്കാൻ ചെറിയൊരു ഷീലാമ്മേ, best. യെസ് ചേച്ചി ബാ. സാരിയൊക്കെ ചേച്ചി കൊടുത്ത് ഭയങ്കര സുന്ദരിയായിട്ടായിരിക്കുന്ന ഒരു കയ്യടി പ്ലീസ് പ്ലീസ് ചേച്ചി. നസീർ സാറിന്റെയും ഷീലാമ്മയുടെ പെർഫോമൻസ് നമ്മൾ കാണാൻ പോവാണ് ഇവിടെ. ഓഹോ അപ്പൊ നസീർ സാറിന്റെയും ഷീലാമ്മയുടെയും ഒരു മരം ചുറ്റിപ്പറയുന്നു. അത് ഞങ്ങൾക്ക് യേശും മഞ്ജരി ചേച്ചിയും കൂടെ നമുക്ക് കാണാം. ഓക്കെ, ഞാൻ ജീവിതത്തിൽ പോലും മരം ചുറ്റി പറഞ്ഞിട്ടില്ല. മരമൊന്നുമില്ല ചേച്ചി, അങ്ങ് ഒന്ന് അഭിനയിച്ചാ മതി. മരമായിട്ട് നിന്നാ മതി. ഓ മരം എവിടെ നിൽക്കണം? നിന്നെ കണ്ടിട്ട് ഒരു മരം പോലെ ഉണ്ട്. ഞാൻ ഈ ഫ്രെയിമിൽ വന്ന ബോറാവും ഷാനിക്ക, ഞാൻ മാറി നിൽക്കാം. അല്ല നീ നന്നായിട്ടുണ്ട് പാറു, അപ്പൊ നീ മാറി നിൽക്ക്. ആ കാര്യമായിട്ടാ യശ് റെഡിയാ നിക്കോ ചേച്ചി? ഞാൻ റെഡിയാണ്. ഞാൻ റെഡിയാണ്. എനിക്കൊരു പിടിയില്ല. പാട്ടിട്ട് തരാം, നിങ്ങളങ്ങ് പെർഫോം ചെയ്യൂ. മധുപകരു മലർച്ചൊരിയു അനുരാഗ പൗർണമിയേ, നീ മധുപകരു മലർച്ചൊരിയു അനുരാഗ പൗർണമിയേ, നീ മായല്ലേ മറയല്ലേ നീല നിലാവൊളിയേ, നീ മധുപകരു മലർച്ചൊരിയു അനുരാഗ പൗർണമിയേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം കോളേജ് അടച്ചതുകൊണ്ട് നമ്മൾ അകലുകയല്ല, കൂടുതൽ അടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ പേടിയും തോന്നുന്നു. മാലതിക്ക് എന്നെ ഇപ്പോഴും വിശ്വാസമില്ല. എന്നേക്കാൾ കൂടുതലായി ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു. മിടുക്കി. ആ കൈ ഇങ്ങനെ നിട്ടു. എനിക്ക് ഒരു കൈ മതി. എനിക്ക് 2 കൈകളേ ഉള്ളൂ. ഈ കൈയിൽ എന്റെ ജീവിതമുണ്ട്. ഇത് ഭദ്രമായി സൂക്ഷിച്ചുകൊള്ളു. ഇതിൽ എന്റെ ഒരു സമ്മാനം ഇരിക്കട്ടെ. അമ്പടി ജിഞ്ചിന്നാക്കടി. സൂപ്പർ, അടിപൊളി. എന്താ ലാസ്റ്റ് പറഞ്ഞേ? അമ്പടി ജിഞ്ചിൻ നക്കടി. അതാണ് നക്കടി. നക്കടിയല്ല അത്, ഡിക്ഷൻ ശരിയാക്കണത്. പറയുന്നു. അത് നസീർ സാർ അല്ലേ പറഞ്ഞത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, സൂപ്പർ രണ്ടുപേരും. താങ്ക് യു. അപ്പൊ ഗിഫ്റ്റ് ഒക്കെ ഇങ്ങനെ വെച്ചോളൂ. ഗിഫ്റ്റ് ജീവിതമാണിത്. അതാ ജീവിതം. ജീവിതം കൊണ്ടുപോകണം ഞാൻ. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ജീവിതം വളരെ ചെറുതാ. അപ്പോ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു മഞ്ജരി ചേച്ചി, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും മാർക്സ് ചോദിക്കാം. ഒരു മാർക്ക് ഹിഡൻ ആണ്, കഴിഞ്ഞ തവണ സുഖിച്ചതല്ലേ, മതി കേട്ടോ. ഇനി ചേച്ചിയാണ് മാർക്ക്. ചേച്ചിയുടെ മാർക്ക് ആയിരിക്കും ഹിഡൻ. ശരത് സർ, യെസ്, എത്രയാണ് യഷിന്റെ മാർക്ക്? യഷ് 9.4 മാർക്സ്. താങ്ക് യു സർ, താങ്ക് യു സർ, താങ്ക് യു സർ. സൂപ്പർ, താങ്ക് യു. താങ്ക് യു സർ. ഷാനിക്ക, ഞാനൊരു 9.5. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു, താങ്ക് യു. താങ്ക് യു ഷാനിക്ക. ചേച്ചി, ആ ജീവിതം അതിന്റെ ഉള്ളിലല്ലേ ഇതിലോട്ട് കൈമാറുന്നുണ്ട്. ഓക്കെ, കൈമാറിയത് ജീവിതമാണോ ഇല്ലയോ എന്നുള്ളത് എലിമിനേഷന് മനസ്സിലാവും. ഓക്കെ, സോ ടോട്ടൽ 18.9. പുതിയ ഷെഡ്യൂളിലെ ഫസ്റ്റ് പെർഫോമൻസ് കിഡ്ലൻ മാർക്കും. സൂപ്പർ യശ്. താങ്ക് യു. പിന്നെ ഒരു പെർഫോമൻസ് കൂടെ ഉണ്ട്, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഓൾ ദി Thank you. ബെസ്റ്റ്.